അല്ല നായരെ, ഈ കേൾക്കുന്നൊക്കെ ശരി തന്നെയാണോ? നമ്മളെ പിള്ളേര് തന്നെയാണോ? പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ പൊരിഞ്ഞടിയായിരുന്നില്ലേ? ആഹാ, നായരട്ടാ 2 ചായ. നീയൊക്കെ ഇന്നലെ ഉത്സവം കലക്കിന്ന് പത്രത്തിലുണ്ടല്ലോടാ. ഓ അപ്പത്തേനും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ വിളച്ചിരിത്തിരി കൂടുന്നുണ്ട് കേട്ടാ. മിസ്റ്റർ ബജരംഗൻ, ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പോഴാണ് കത്തുന്നത്. നമുക്കറിയാൻ പാടാത്തോണ്ട് ചോദിച്ചതാ. ഇന്നലെ മിന്നീതാ, പിന്നെ ഇതുവരെ കത്തിയിട്ടില്ല. നീയൊക്കെ ഊരിയതേ ബൾബിന്റെ ഫ്യൂസ് അല്ല, ഞങ്ങളുടെ അണ്ണന്റെ ഫ്യൂസാ. പോരെണ്ണ എടാ വിനയ, നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടെ നോക്കിയാ. പക്ഷെ എന്തിനാണ് ഒന്നും അറിയാത്ത ഈ പാവത്തിനെ തല്ലിയത്? കാരണമില്ലാതെ ഒരു തെണ്ടികളെയും ഞങ്ങൾ തല്ലാറില്ല. ഇവന്റെ ഫിലിമെന്റിന്റെ നില ഒരല്പം കൂടുതലായിരുന്നു, അതാ തല്ലിയത്. എടാ ഫിലമെന്റ്, ഒരു കാരണവുമില്ലാതെ ഇവന്മാരാരെയും തലത്തില്ലെന്ന്. നീ അടുത്ത ബസ് പിടിച്ച് സ്ഥലം വിട്ടോ. അതാ നല്ലത്. ഞാനൊന്നും പോവില്ല. പൊട്ടി ബൾബിന്റെ കാശിൽ അത് മോലാളി കട കയറ്റില്ല. മാത്രല്ല, അത് സാധാരണ ബൾബൊന്നല്ല, ഇല്യൂമിനേഷൻ ബൾബാണ്. ഇപ്പൊ ശരിക്ക് ഫ്യൂസായണ്ണ. എന്റെ പൊന്ന് നായരട്ടോ, നമ്മുടെ 60 വാട്സിന്റെ ബൾബ് ഒരു 10 തവണ മിന്നിയും കിടയും ചെയ്ത് അടിച്ചു പോകത്തില്ലേ? അടിച്ചു പോകത്തില്ലേ? വിവരമുള്ള നായരട്ടം പറ. പിന്നെ പോവും. അതാണ് നീയൊക്കെ തന്നെയാണോ ചെയ്തത്? അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എങ്കിൽ ആ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ. ഞങ്ങളൊക്കെ വെറും മറ്റേ ഉണ്ണക്കന്മാർ ഉണ്ണാക്കന്മാരെന്ന് വിചാരിക്കില്ല കേട്ടോ. ഇവിടെ അരേതു ചക്രം നീ കേരളത്തിൽ പിന്നെ ആരാണ് പറയുന്നത്? ചക്കറോ? കണ്ട കേട്ടാ, നായരേട്ട പേര് അരയത്തു ചക്രം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് നായരേട്ടനാണോ അതൊക്കെ ചെയ്തത്? ഞാനൊന്നുമല്ല. വിനയ, ഇനി ഇവനാണ് ഒന്നിങ്ങി വന്നേ. എന്താടാ പ്രശ്നമില്ലുണ്ടോ? ഒറ്റയ്ക്ക് നടികളുണ്ടോ? എന്നിട്ട് കാണാട്ടാ. കണ്ട എന്തോ ഗൂഢാലോചനയാ. പുറകിലിങ്ങോട്ടാ പോണത്. എന്താ കാര്യം? നിന്റെ കാര്യം പോക്കാ വിനയ. അനി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ദൈവന്മാരെല്ലാം ഉണ്ടായിരുന്നു എന്റെ കൂടെ ഫ്യൂസ് ഊരാൻ. മിക്കവാറും നിന്റെ ഫീസ് ഭഗവാനൂർ. നീയും ശ്രീദേവിയായിട്ടില്ല അതിന്റെ കാര്യേ ഭഗവാൻ അറിഞ്ഞു. നീ ഇതിപ്പോ എവിടുന്നാ? ഞാൻ ഭഗവാന്റെ വീടിന്റെ അടുത്തുകൂടി വന്നപ്പോ കേട്ടതാ. ഇവനെ കൊല്ലൂന്ന് പറഞ്ഞ് കലിതുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന് മാത്രം കൊല്ലുള്ളൂ അതോ കൂടുതലുള്ളവരും കൊല്ലൂ? മിക്കവാറും നമ്മളെല്ലാരും കൊല്ലും. തീരുമാനായി. വിനയ, 8:30 ജനതയ്ക്ക് ഞാൻ അങ്ങ് പോവുക. കത്തെഴുതാം, മറുപടി നീ അയക്കണം. പേടിക്കണ്ട. കൊല്ലും ഞാൻ ആ പട്ടിയെ. കൊല്ലണം? അയ്യോ അളിയാ, ഞാനൊന്ന് പറഞ്ഞു. താനൊരു കോപ്പം പറയണ്ട. താൻ ഒറ്റൊരുത്തം കാരണം അതൊക്കെ സംഭവിച്ചത്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? വെറുതെ നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ട് മിണ്ടിപ്പോരുത്. ഒരുത്തി പോയത് മതിയായില്ല നിനക്ക്. ഇത് കണ്ട വാക്മാൻ, ഇവളും ആ ടാക്കീസിലെ ഓപ്പറേറ്റർ പയ്യനുമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മൂത്തവള് വേലിയാടിയാ പോയതെങ്കിലേ ഇവള് മതിലിയാടാ നിൽക്കുക. എന്റെ തേവരെ, നേരാണോടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉത്സവം കഴിയുന്നവരെ പുറത്തെങ്ങാനും ഇറങ്ങിയാൽ കേറി പൊക്കോളാത്തേക്ക്. നടക്ക്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ വിനേട്ടനോട് പോകും. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ അളിയാ, അതെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പൊ എടുത്ത് ചാടിയ പഴയതുപോലെ നാറും. ഒരു വീട്ടിലെങ്ങനെ കയറാന്ന് കാണിച്ചു തരാം. പ്ലാൻ നമ്പർ 1. കള്ളപ്പെരിച്ചാഴി, നിന്നെ തലവെട്ടിച്ച മതിലേക്ക് നയിക്കോ. പ്ലാൻ പൊളിഞ്ഞെന്ന് വെട്ടി കൊള്ളാനൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഇത് എന്റെ ബാക്ക്മാൻ അല്ലത്. തെണ്ടി എന്താ ഏട്ടാ അവിടെ പ്രശ്നം? ഒരു കമ്പിത്തിരി എടുക്കട്ടെ? നിന്റെ വീട്ടിൽ പോയി കൊടുക്കടാ. ഇതാ പ്രശ്നം. ഈ നാടേ ശരിയല്ല.
പോട്ടെ മക്കളെ. ബിജു കിട്ടൂടാ. വെടിക്കട്ജി ബിജു അല്ല, ബജ്രംഗൻ. ഓ കിട്ടുവോ? അതായത് വെടിക്കട്ജി നമ്മളാരും ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. ഇവിടെ വീട് വിളിക്കുന്ന ആര് വേണോ? ഒരു തീപ്പെട്ടി എടുക്ക്. ഓ തീപ്പെട്ടി കൊടു. തീപ്പെട്ടി ഇല്ലാതാണോ വെടിവെക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? വെടി എപ്പോ വെക്കുന്ന എവിടെ വെക്കുന്നതൊക്കെ വേലാതെ നോക്കിക്കോളാം. ഏതടാ ഈ കരുതാ മോനൻ? ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോന. ഏ? ചിറ്റയുടെ മോൻ. ഓ ഓ വലിയ കാര്യമുണ്ടാ. അണ്ണാ എന്റെ ബൾബും കാശും. ഏയ് ഡാർക്ക് മാൻ, നീ വെറുതെ വേലായുധനെ കൊണ്ട് പിച്ചാത്തി അടുപ്പിക്കല്ലേ. അവനെന്ത് ഇത്ര മുക്കുന്നു? ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാർ ഒന്ന് വരട്ടിയേരി കട്ടിയിലായിക്കോട്ടെ. എവിടെ കണ്ടു നോക്കുന്നുണ്ട് പാവം അങ്ങോട്ട് നോക്കിയേ. ഈ പച്ചക്കാരനാരാ? ഇന്നലെ രാത്രി ഞാൻ കണ്ടോന്ന് പറഞ്ഞില്ലേ? അയാളോ? ആണോ? എന്തുട്ടാ ഡ്രസ് ചെയ്ത് ക്യാമറയാ? ഹേയ് കോണക. എങ്കി ആ കോണക എടുത്തൊന്ന് ആരെയൊന്ന് മറച്ചേ, അണ്ണൻ കാണട്ടെ. അയ്യോ അല്ല അണ്ണാ, അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങൾ പെരുവത്ത് കടകുകാര് കോണ കൊടുക്കുന്ന കാണാൻ. ഇടക്കന്നാലേ വടക്കുന്നാനം മണ്ണിപ്പിച്ച് ചോദിച്ചാലേ ഈ വേലായുധൻ എങ്ങനെയാ വെടിക്കിട്ട് വേലാനെന്ന് കഥയെ പറയും. നിന്റെ മോറ് കാണാൻ നല്ല ചന്തേട്ടാ, പക്ഷെ മീശയ്ക്ക് അത്ര മൂപ്പ് പോരാ. ഇനി നീ വടക്കും ഭാഗത്തെ പെണ്ണിന്റെ പുറകെ നടന്നെന്നറിഞ്ഞ ദേവരുടെ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും. അണ്ണൻ ചെല്ല്, നമുക്ക് പിന്നെ പടപ്പിക്കാം. അണ്ണേ ചെല്ലാൻ പിന്നെ പടപ്പിക്കാം. പിന്നെ പറയിപ്പിക്കാന്ന്. എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കണ്ടിട്ട് രോമാഞ്ചം. ജയം കഴിഞ്ഞ നമ്മുടെ ആളാ മാധവ. പണ്ടത്തെ പോലല്ല സിനിമ. സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളെ നിന്ന് കത്തണ കണ്ടോ? തീപ്പൊരിയും രോമാഞ്ചൊക്കെ ശരിയാ. എടാ, 8ാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശ് രൊക്കം കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നിന്ന് ആര് കത്തും? ഒന്ന് പോടാപ്പാ. നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ്ങ് പോയി മാനം കറക്കണം. ഒന്നും ഉണ്ടായിരടാ. ആരടാ ചതിച്ചാശാനെ, ചതിച്ചു. ആരാന്ന്? ആരടാ? ജോഷിയാണടാ? വേലായുധൻ സംവിധായകനാ? പിന്നെ ഇവനെ തല്ലാൻ വേണ്ടി ഇറക്കിയതാ. ഉത്സവ പറമ്പ് വെച്ച് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കോർത്തിട്ട് വരിക. ഞാൻ അപ്പോഴേ നിന്നോടൊക്കെ പറഞ്ഞതാ. അയ്യോ, അപ്പൊ നിനക്കൊക്കെ പഴവും മാങ്ങ ഒരുമിച്ച് പറിക്കണം. പഴം വാങ്ങിയ അത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. നിൽക്കുന്നത് കണ്ടില്ലേ? ആഹാ, എന്റെ ആശാനെ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്ത പിന്നെ കൈ കെട്ടി നോക്കി വെക്കണോ? എടാ, നീ അവനെ കൂട്ടുപിടിക്കണ്ട. നാട്ടുകാർ നിന്നെ നാണം കെടുത്താൽ നീ നോക്കിയാൽ മതി. എടാ, നീ ഈ ഉത്സവത്തിന് ആ പെണ്ണിന്റെ പുറകെ നടന്ന് കുഴപ്പമെല്ലാം ഉണ്ടാക്കിയുണ്ടല്ലേ അവന്മാരിപ്പോ ഈ വെടിക്കെട്ടിനെയും വേലായുധനെയൊക്കെ ഇറക്കുന്നത്. അറിഞ്ഞു അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫ്ലാഷ് ആവും. വെടിക്കെട്ടല്ല, ഏത് വള്ളിക്കെട്ട് വന്നാലും നിന്നു പെടയ്ക്കും. വേറെ കാര്യം. നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് വേടാ. ഹായ് ഗേൾസ്. ഇവളെന്തിനാ കാസറ്റ് ബുക്കി കാണിക്കണ? ഒന്നിനെ വീട്ടിൽ കൂട്ടിയിട്ട് ഇപ്പം 3 കാസറ്റ് ബിസിനസ്. പോടാ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. പിന്നെ പോക്കണ് സംസാരിക്കാനാണെങ്കിൽ അവളെന്തിനാ കാസറ്റ് പോക്കണത്? അവള് വേറൊന്നും പറഞ്ഞില്ല, കാസ്റ്റ് അല്ലേ. അവൻ പോയി സംസാരിച്ചിട്ട് പറ്റടാ. എന്നാലും എന്റെ സുമിത്ര. അയ്യേ, നിന്റെ സുമിത്ര അടിച്ചിട അവനെ. നീ പോടാ. നമുക്ക് നെറുക്കിട്ട് നോക്കാം. ഒരു നടക്കൂല, സുമിത്ര എന്റെ. എടാ, അവളുടെ അച്ഛൻ കേക്കണ്ട. പിന്നെ അച്ഛനറിഞ്ഞ എനിക്കൊന്നുമില്ല. പോയി. ഏത് ഗസ്റ്റാ? സുഗമോ ദേവിയ? അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളെല്ലാരും എന്റെ കൂടെ നിന്നേ പറ്റും. നീ കാര്യം പറയടാ. കീരിക്കാടൻ ജോസാണ് കിളിപ്പി ജോസ് കിളിപ്പിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കയറുന്നു. ഇന്ന് രാത്രി എന്റെ പൊന്നു വിനയാ, കയ്യാലേക്കകത്ത് കാസറ്റ് കൊണ്ടുപോയില്ല രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത്. ആ ഭഗവാൻ എങ്ങാനും അറിഞ്ഞാണ്ടല്ലോ പട്ടാന്ന് പറഞ്ഞ് പൊട്ടും. അല്ല, നിനക്കിപ്പോ ഈ രാത്രി ആ വീട്ടിൽ കയറിയിട്ട് എന്ത് കിട്ടും? എടാ, ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല.
അവള് കാണാൻ എന്നെ കാണുമെന്നാ പറയുന്നത്. എനിക്ക് എന്തായാലും ഇന്ന് അവളെ കണ്ടേ പറ്റൂ. എടാ പിന്തിരിപ്പ മൂരാച്ചികളെ, എന്റെ വിനയനെ അവന്റെ ശ്രീദേവിയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഇനി ഭഗവാനല്ല, ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും. ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റേക്കും, പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ പറ്റില്ല. ഓപ്പറേഷൻ ഭഗവാൻ. എന്താ ബോംബെയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കും ഇങ്ങനെ കൈവക്കും. ഓപ്പറേഷൻ ഭഗവാൻ. നീ കൈ ഉണ്ടെന്ന് എങ്ങനെയാ നിർത്താനായിട്ട്? ഓ അതായിരുന്നു. അല്ല പിന്നെ തലയിൽ എന്തിനാ ചാക്ക് വെച്ചാൽ പറഞ്ഞോളാതിരിക്കാന്ന് പറഞ്ഞാൽ മതിട്ടാ. എന്തൊരു മണം പറഞ്ഞേ. മനുഷ്യനായ ധൈര്യമാണ് വേണ്ടത്, ധൈര്യം. എന്ത് പ്രതിസന്ധി മുന്നിൽ വന്നു വീണാലും പതറാതെ നമ്മൾ മുന്നോട്ട്. അയ്യോ ബാബു, മടലാടാ മടല്. പാമ്പല്ലേ? നല്ല ധൈര്യമുള്ള. വെറുതെ നീ എങ്ങടാ പിന്നെ ഓടിയത് തെണ്ടി? ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടിയാണ്. ഇതിനൊരു പേടിത്തൂരില്ലേ? ആ ഭഗവാന്റെ തോക്കിൽ എത്രയുണ്ട് ഉണ്ടാവുമെന്നോ? 2 ഉണ്ടകൾ, ശ്രീകലയും ശ്രീദേവിയും. വൃത്തിയോട് പറഞ്ഞു. അയാള് വൃത്തിയോട് കാണിച്ചോണ്ടല്ലേ നമുക്ക് എങ്ങനെ നടക്കേണ്ടി വന്നേ? എന്താ പേടിച്ചിട്ടാണോന്നറിയില്ല, തടുത്ത് നിർത്തണം. ഉണ്ടാവും. ഈ വഴി വരുമ്പോ എപ്പോഴും ഉണ്ടാവും. അതാണ് ശ്രീദേവിയുടെ മുറി. ശ്രീദേവിയുടെ മുറി. വിനയൻജി, എന്തോ ഏ കാം ബഹുത്ത് മുഷ്കിൽ ഹേ. അല്ലേലും നിനക്ക് ഇത്തിരി മുഷ്ക് കൂടുതലാ. അവന്റെ ഒരു ഗൊറില്ലാത്ത. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, ബോംബെയിലേക്ക് അതൊക്കെ സ്ഥിരമാണ്. ആവോ ഉദർ സൈഡ്. ജൽദി പയ്യെ അധികം മുക്കല്ലേ. നിങ്ങൾ ചാടല്ലേ. നിങ്ങൾ അന്തരീഷ് നിരീഷ് കരോ. വിനയൻ മേരെ സാത്താവും. ചാക്ക് വേണ്ട. വേണ്ടേ? കള്ളന്മാരാന്ന് ചോദിക്കും. പിടിച്ചോ. ഓക്കെ. ഭാഗ്യം തുറക്കാൻ പറ്റി. അല്ല ചാടണ്ടേ. അന്തരീഷ് നരീഷ് കരോ. അതാണ് ശ്രീദേവിയുടെ മുറി. ഇതിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ വാ പൊളിച്ച് മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. കാം കർണ ചാഹിയെ. അല്ല, ഈ വീടിന്റെ ഘടനയൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാ പിന്നെ ആദ്യം ചന്ദ്രമേസ്തിയുടെ വീട്ടിൽ കയറാം. എന്തിന്? അല്ല നിനക്ക് ഇതിന്റെ ഘടന അറിയണമല്ലോ. കേറാനുള്ള വഴി നോക്കടാ. ഏതാണോ ആ വഴി? ഓപ്പറേഷൻ പ്രകാരം ലെഫ്റ്റ് അല്ല റൈറ്റ് ആയിരിക്കും. ഇവനോട് പോയി. വിനയാ എടാ വിനയാ. ഇപ്പൊ എന്തോ വേണം? എന്തു വേണം? ഈ പ്ലാന്റ് ഞാനല്ലേ, മേഹുന ലീഡർ. അതുകൊണ്ട് മേ ആകെ ചെല്ലുങ്ക, നീ പീച്ചെ വാ. പൂജ എപ്പോഴും ലീഡറിന്റെ ബാക്കിൽ നടക്കണം. പയ്യെ ബാക്കിൽ നിന്ന് ഓടി കളയരുതിട്ടാ. നല്ല ധൈര്യമുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടാണല്ലോ ഭഗവാനെ. കേറില്ല ഓപ്പറേഷൻ പ്രകാരം ഓരോ ചൂടും ശ്രദ്ധിച്ച് അല്ലേ. അയ്യേ എന്തുറ്റി? അപ്പി. പിന്നെ കൊണ്ടു നടക്കുന്നതിന് കുഴപ്പമില്ല, കണ്ടു നല്ല കുഴപ്പം. എങ്ങനെയാണോ ഞാൻ ബോംബെ പോവാ. നീ പറഞ്ഞു തുലയ്ക്കും. ആ പ്ലാനിങ് ഓപ്പറേഷൻ പ്ലാനിങ് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. പേടിക്കണ്ട. പണ്ടാറടങ്ങി ഇവിടെ ഒരു ഏണി ഉണ്ടായിരുന്നില്ല. നിനക്കെങ്ങനെ അറിയാം? ഏതൊരു വീടിന്റെയും പിന്നാമ്പുറത്തൊരു ഏണി ഉണ്ടാവും. പിന്നെ ലീഡറിനെ വലിയ ചോദ്യം ചെയ്യൽ വേണ്ട. സംസാ ചോദ്യം ചെയ്യാൻ നടക്കും. നീ പെട്ടപ്പോ നോക്കിക്കാണ് ഇങ്ങോട്ട് വന്നേ. ഇതാണ് ഞാൻ അവരെ പിന്നാമ്പുറത്ത് പോയിട്ട് കാണുന്നില്ലല്ലോ. നമുക്ക് ചാടിയാലോ? എന്തിന്? മുറിയാണോ? ആരുടെ മുറി? ശ്രീദേവിയുടെ. അന്തരീഷ് നിരീഷ് കറോ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ഏണി കയറ്റിയതും ഭഗവാൻ. വിനയൻജി, ഈ ഏണി നിന്റെ ജീവിതം മാറ്റിമറിക്കും. ഏണിയാവാതിരുന്നാ മതിയായിരുന്നു. ശുഭാപ്തി വിശ്വാസം. അങ്ങനെ ഒരു സാധനം ഉണ്ട്. നിക്ക് അക്രാന്തിന് ലീഡർ കയറട്ടെ. ഇതൊക്കെ ചെക്ക് ചെയ്യണം. അയ്യോ പിന്നെ ആ പേഴ്സ് എടുത്ത് കള്ളന്മാരെന്ന് ചോദിക്കൂ. എന്തോടാ ഇത്? എന്താ നിങ്ങളുടെ താഴോട്ട് ഇറങ്ങി. അവള് മേളിലല്ലേ, നീ മേളിലേക്കോ? അവള് മേളിൽ ഓപ്പറേഷൻ ബസ്സിലെ കിളിയുടെ ഒളിച്ചോടിയോൾ എങ്ങനെയാടാ നിന്റെ പേഴ്സിനകത്ത് നിന്റെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്നു? സത്യം പറഞ്ഞു. ഞാൻ പറയണ കേക്ക്. നീ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറയണ്ടേ? നിന്റെ അടുത്തല്ല പറയാൻ പറഞ്ഞു. എടാ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഭഗവാനെ കാണിച്ച നിന്റെ കാര്യം അറിയാലോ. പറ്റിപ്പോയി. പണ്ടിവിടെ കക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടിയ നിധിയ എന്റെ ശ്രീകല. നിന്റെ ശ്രീകലയാ? അപ്പൊ ആ കിളിയാ? അവൻ കിളിയല്ല, പിന്നെ ഹംസമായിരുന്നടാ. ഹംസം. എനിക്കൊന്നും മനസ്സിലായില്ല. ഫ്ലാഷ് ബാക്കാ. ഹംസം. ഇത് പിടിക്കും. തരട്ടെ. എന്താ ആ വീടിങ്
ചിരിച്ചു മോനെ ഉമ്മ. നമുക്കേ നാളെ പോവാം. നാളെ എപ്പോ? രാത്രി പോവാം. പിന്നെ വരുമ്പോ സ്വർണവള, മാല, അരഞ്ഞാണം എല്ലാം എടുത്തോ. അല്ല അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ? ആ അതെ, എനിക്കൊരു പേടി. അച്ഛനെങ്ങനെ തോക്കെടുത്തോണ്ട് വന്ന എന്ത് ചെയ്യും? ഞാൻ ഓടും. അല്ല തോക്കെടുത്തോണ്ട് വന്നാ ഫൈറ്റ് ചെയ്യും. ശരിക്കും? ഇവളുടെ ഒരു സത്യം, ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി ഈ സ്ത്രീകളെ ഗഗം വിട്ടു കൊടുക്കൂല. ഈ സീനിൽ നീറെവിടെ നിന്ന്? ഈ സീൻ മാത്രമല്ല, ഈ കഥ തന്നെ ഇതേക്കണം നിറാശാനല്ലേ. ഓഹോ, സ്വന്തം അച്ഛനെ പോലെ കരുതി നീറാശാൻ വരെ ഇത് മറച്ചു വെച്ചു അല്ലേ? എല്ലാത്തിനും കാരണം നീയും അവളുവാ. പിന്നെ അവളല്ല, പിന്നെ എടത്തിയമ്മ ബാബിജി. ബാബിജി ഒറ്റ വെച്ചെന്നുണ്ടല്ലോ. എടാ നീ ബോംബെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എവിടുന്ന ഹിന്ദി? ഞാൻ ടൗണിലേ ടൂട്ടൂർ കോളേജിന്റെ മേളിലാ താമസിക്കണേ. അങ്ങനെ ഹിന്ദി. അവന് മറ്റൊരു അധോലോകം. എടാ തെണ്ടി, നീ ഒറ്റ ഒരുത്തം കാരണം ഈ രണ്ട് കരക്കാരും തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എനിക്ക് ശ്രീദേവി ഒന്നും കാണാൻ പോലും പറ്റത്തില്ല. അറിയോ? അറിയരുത്. എന്താ? ഭഗവാൻ യാതൊരു കാരണവശാലും അറിയരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഹം ഏക് പരിവാർ ഹേ. ഇനി നീ ഒരൊറ്റ അക്ഷരം ഹിന്ദി പറഞ്ഞ അടിച്ചതിന്റെ പരിപ്പി അളക്കും. ഹിന്ദി വേണ്ട. ശ്രീദേവി നിനക്ക് കിട്ടാനും ശ്രീകലയുമായി എനിക്ക് നാട്ടിൽ വരാനും ഇനി 2 വഴിയുള്ളൂ. എന്താണ്? ഒരെണ്ണം ആ തോക്കടിച്ച് മാറ്റുക, ഇല്ലെങ്കിൽ ഭഗവാനെ തട്ടുക. തേവര് വിചാരിച്ച പോലും ഈ 2 കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. നടക്കും. ആദ്യമേ വന്ന കാര്യം നടത്താം. ഓക്കെ, അളിയൻ കയറിക്കോ. എന്താ നമ്മളിപ്പോ ശരിക്കും അളിയന്മാരായില്ലേ? അളിയ അളിയൻ. അപ്പൊ കയറിക്കോ. കിടക്കാൻ ഭഗവാന്മാരെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. കയറിക്കോളാ. നിക്ക് പോണ വഴിക്കേ ആയുധം കയ്യിലിരിക്കട്ടെ. ഇതാ ബോംബെയിൽ എങ്ങനെയായിരിക്കും അല്ലേ? നീ ബോംബെന്ന് മുന്നിൽ പോയിട്ട് തേണ്ടി ബോംബെന്ന് മുന്നിൽ അടിക്കിന്റെ. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, തീരുന്നില്ലല്ലോ. അയാള് വെട്ടിയ കയറുന്തോറും ഏണിയുടെ നീളം കൂടുകയാണോ? അതേ നിൽക്കണ. ഈശ്വര, പുസ്തകം വായിക്കുക. അയ്യോ, അച്ഛനമ്മ ഉറങ്ങിയിട്ടില്ല. അയ്യോ അപ്പൊ തനിച്ചല്ലേ? ഏയ്, എല്ലാരും വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എന്നെ കാണാതെ കരഞ്ഞോണ്ടിരിക്കാന്ന്. പാട്ടും കേട്ട് ബോബനും മോളിയും വായിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ? പൊക്ക അവിടുന്ന്. അച്ഛൻ വേറെ ആലോചനകൾ നോക്കുന്നുണ്ട്. ഏത് കാമുകന്മാരുടെയും പ്രതിസന്ധിയാടി അമ്മായിപ്പന്മാരുടെയും മാതിരി ഊള ആലോചനകൾ. നമ്പീശൻ അച്ഛന്റെ കൈ നോക്കി. ആയുർരേഖ നീളുന്നു, മകൾക്ക് ശുഭമംഗല്യം എന്നൊക്കെയല്ലേ? അല്ല, പിന്നെ അച്ഛൻ ആരെയോ കൊല്ലുന്നാ പറഞ്ഞ. ഈ തമാശ പറയാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞു? അല്ല, ഇപ്പൊ വരാം. എന്തോ തരാനാണല്ലോ. വേണ്ട, അതിലും മധുരമുള്ളത് അവളെ തരാൻ പോവാ. നല്ല പുള്ളിയോട്ടോ. മിനിയേട്ടാ, ഇത് മാധവേട്ടന് കൊടുക്കണം. എന്താ ഇത്? വിനയേട്ടാ, ശ്രീദേവി ടോക്കീസ് എന്നും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം. ഒരു കാരണവശാലും ടാക്കീസ് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ ടോക്കീസിന് വേണ്ടിയിട്ടല്ലേ. ഇത് മാധവേട്ടന് കൊടുക്കണം. അല്ല, അത് വിനയേട്ടാ, കളിയല്ല. അച്ഛൻ വളരെ കാര്യമായിട്ടാ 2 ദിവസമായി ഹാലടങ്ങി നടക്കുക. ഉത്സവം നടത്താൻ പോലും പോവാതെ അച്ഛൻ എവിടെ ഇരിപ്പാ? ഉത്സവം കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താനാ.
വിനേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? നമുക്ക് ചേച്ചി പോയതുപോലെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. ഒളിച്ചോടാനാ? ആ ഈ കയ്യെന്നെടുത്ത് എന്നിട്ട് വേണം ഉണ്ട് എന്നെ നെഞ്ചത്തോട്ട് തുളച്ച് കയറാൻ. കൊള്ളാം. എടാ ഒളിച്ചോടാന്ന് ഒരേ ചോരയില്ലേ അങ്ങനെ പറയൂ. ഒളിച്ചോട രക്ത ഇവളും പോവും. അപ്പോഴേക്കും പണിഞ്ഞോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ? എന്നോട് മിണ്ടണ്ട. പിണങ്ങിയടാ? അയ്യോ പാട്ട് ബോംബെയില് അല്ല ബബലു, നീ പാടിക്കോ. സിനിമയിലേക്ക് ഇങ്ങനെ നീ പാട്. പാടല്ലേ? അച്ഛൻ എണീറ്റെന്നാ തോന്നേ. വിനേട്ടാ പൊക്കോ പൊക്കോ. അല്ല അത് ഓഹോ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണല്ലേ? ബജരംഗൻ ഇറങ്ങി ഓടടാ. നമ്മുടെ പേര് പറയുന്നത്. നീയോ? ഈ ജനലിന്റെ കൊളുത്ത് ശരിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഉറക്കത്തിൽ കുട്ടിയെ ശല്യപ്പെടുന്നുണ്ടെന്ന് കരുതി. അതാ എടാ തെണ്ടി. കണ്ട വല്ലതും കാണണ്ട. ഭഗവാന്റെ കയ്യിൽ തോക്കണ്ട. അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. എടാ നീറാശാനും മാധവേട്ടനും ഞാൻ കണ്ടില്ല. സ്ഥലത്തെ പ്രധാനികൾ രണ്ടുപേരും ഉണ്ടല്ലോ. ഇന്നെന്താ നീറേ, പണിയൊന്നുമില്ലേ? ഇന്ന് പണി ഇവിടല്ലേ മേനോൻ സാറേ? നിങ്ങൾ നമ്മുടെ ചെക്കനെ എന്ത് ചെയ്തു? ഓ, അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കും. പറയുന്നത് ശരിയല്ലെന്ന് അറിയാൻ മേനോൻ സാറേ. എന്നാലും ഈ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കണം പോലും. കൊണ്ടുപോടാ അവനെ. നാട്ടുകാർ ഈ വക സമ്പ്രദായത്തിൽ ഒരു മാറ്റൂല അല്ലേ? ബോംബെയില് ഇങ്ങനെയൊക്കെ തന്നെ. ബോംബെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഇവന്റെ കൂടെ കുറെ വിളഞ്ഞന്മാരും കൂടി ഉണ്ട്. എല്ലാറ്റിന്റെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളേടാ? എടോ മാധവ, തനിക്ക് ഉളുപ്പില്ലടോ. കാശ് ചക്കച്ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാണ്ടാവുമ്പോ കണ്ട പിള്ളേരെ വിട്ട് മോട്ടിക്കല്ല വേണ്ടത്. തൊണ്ടി സഹിതമാണ് അവനെ പിടിച്ചിരിക്കുന്നത് ഞാൻ. അവനെയൊക്കെ പിടിച്ച് അകത്താക്കുക വേണ്ടത്. നിർത്തണോ? കൊറേ നേരമായപ്പം മേനോനെ. ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ. സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തിയ പിന്നെ പെരുപത്ത് കടവുകാരുടെ നാക്ക. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഇപ്പൊ ഇതാ നല്ല കൂത്തായേ. ഉത്സവപ്പറമ്പ് ഇവനൊക്കെ കാട്ടിക്കൂട്ടിയ തോന്നുന്ന വെറുതെ വിട്ടതാ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവനെ അടിച്ചു കൊടുത്താൽ പ്രശ്നമില്ല. എന്നാ അതൊന്ന് കാണണമല്ലോ. കാണാം. ഗോച അയച്ചു വിടറോ. അല്ലടിയാം പറഞ്ഞു ചെയ്താ മതി. അയച്ചു വിടറോ. അതാ രണ്ടു കൂട്ടർക്കും നല്ലത്. മാറങ്ങോട്ട് മാറ അഴിക്കേ. ഇങ്ങോട്ടിറങ്ങാ. ചെറുക്ക, ഇവനെ പോലുള്ള മരംകേറുകളുടെ കൂട്ടുപിടിച്ച് ഇവിടെ കയറി നരങ്ങാനാണ് ഭാവമെങ്കിൽ തീർത്തു കളയും എല്ലാറ്റിനെയും. ഉത്സവം കഴിഞ്ഞാൽ ശ്രീദേവിയുടെ കല്യാണം. അതിനു മുമ്പ് ഈ പരിസരത്ത് കണ്ടുപോകരുത് ഒരുത്തനെയും. മേനോനെ, ഇവന്റെ കൂടെ അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ പെരുവത്ത് കടവത്തെ മണ്ണിൽ അവരൊരുമിച്ച് ജീവിക്കും. വാടാവിനെയാ വെല്ലുവിളിയൊക്കെ കൊള്ളാം. അത് പിള്ളേരുടെ കാര്യം. പക്ഷെ മാധവ, നമ്മുടെ കാര്യം മറക്കണ്ട. 8ാം ഉത്സവത്തിന് ഇനി അധികം നാളില്ല. വാ, നീ വാ. എന്റെ തലേവിധി, അല്ലാതെ എന്ത് പറയാനാ? ഒരു തുണിയില്ലാതെ 2 എണ്ണത്തിനെ വളർത്തി ഇത്രയും വരെ എത്തിച്ചു. ഇതിനി അറിയാൻ ആരും ബാക്കിയില്ല. പോത്തുപോലെ വളർന്നിട്ടും ഈ വീട്ടിൽ 2 മനുഷ്യജീവികൾ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തില്ല.
അതെങ്ങനെയാ മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറഞ്ഞ അവരോട്ട് പോകത്തുമില്ല. സിനിമയും പാട്ടും കൂത്തുമായിട്ട് നടന്ന ജീവിതം തോലച്ചോ. എന്തെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തോന്നിവാസം ചെയ്യുമായിരുന്നോ? നിന്റെ താഴെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് പോലെ നീ ഒന്നും ഓർത്തില്ലല്ലോടാ. അതെങ്ങനെയാ നിനക്കൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് നിന്റെ മുട്ടലാടാ ഇത്. എന്തോന്നാ വിനയ നിന്റെ വിചാരം? നീ വലിയ കൊമ്പത്തെ ആഫീസറാണെന്നോ? 10 സെന്റ് ഭൂമി ഒരു ടാക്കീസിലെ പണിയും വെച്ചിട്ട് നാണം ഇല്ലടാ നിനക്ക്. അതിനെന്താ അമ്മേ, നല്ല പൊന്നു പോലത്തെ മരുമോളല്ലേ കിട്ടിയേക്കുന്നേ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ കയറി പൊക്കോണം നീ. ഒരു ഉപദേശക്കാരി വന്നേക്കുന്നു. എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തോ? ഇത് വല്ല സ്വൈരികടായല്ലോ. ഇപ്പൊ ഞാനാണല്ലേടാ നിന്റെ സ്വൈരക്കേട്. നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ.